ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാതനാഥായ. ഓം നമോ ഭഗവതേ നാരായണായ. ഏവർക്കും നാരായണീയ മധുരം ആസ്വദിക്കാൻ ഒരിക്കൽ കൂടി സ്വാഗതം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണീയത്തെ പറഞ്ഞിടുമ്പോൾ നാരായണാഖ്യനെ നമിച്ചിടുന്നു. നാരായണൻ വായുപുരത്തിലീശൻ നാവിൽ നിറഞ്ഞെന്നെ തുണച്ചിടേണേ. മോക്ഷക്കടൽ ഭാഗവതം പ്രസിദ്ധം മെല്ലെ കടഞ്ഞു നവനീതമഹോ ലഭിച്ചു. മന്നിൽ നരന്നു ഹരിഭക്തി ലഭിക്കുവാനായി മേൽപുത്തുരേക്ക് സദയം ശുഭ സ്തോത്രകാവ്യം. ശ്രീമന്നാരായണീയത്തെ നാരായണീയ മധുരമായി നാം ആസ്വദിച്ചു തുടങ്ങിയിട്ട് ഇന്ന് 105-ാമത്തെ ദിവസം. ഇന്ന് ധന്യമായ വിഷു കൂടിയാണ്. ഈ വിഷുവിൻ്റെ ധന്യതയിൽ നാം ഭഗവത് പാദങ്ങളിൽ നാരായണീയത്തെ പാരായണം ചെയ്ത് സമർപ്പിക്കുകയാണ്. സൃഷ്ടിഭേദങ്ങൾ എന്ന 10-ാമത്തെ ദശകത്തിൽ 7-ാമത്തെ ശ്ലോകം, അതാണ് നമ്മൾ ഇന്ന് വിചാരം ചെയ്യുന്നത്. ആദ്യം ശ്ലോകം, പിന്നീട് അതിൻ്റെ വ്യാഖ്യാനം, വീണ്ടും ശ്ലോകം, ശ്രീഹരിയ ഭാഷാഗാനം. തസ്യാധസർഗരസികസ്യ മരീചിരത്രിസ്തത്രാംഗിരാ ക്രതുമുനി പുലഃ പുലസ്ത്യാ അംഗാദജായത ഭൃഗുശ്ച വസിഷ്ഠദക്ഷൗ ശ്രീനാരദശ്ച ഭഗവൻ ഭവദംഘ്രിദാസ. അധ തത്ര സർഗരസികസ്യ തസ്യ അംഗാദ് മരീചി അത്രി അംഗിരാഃ ക്രതുമുനി പുലഃ പുലസ്ത്യ ഭൃഗു ച അജായത വസിഷ്ഠ ദക്ഷൗ ച. ഹേ ഭഗവൻ ഭവദംഘ്രിദാസ ശ്രീനാരദ ച അജായത. തസ്യാധ അധ തത്ര സർഗരസികസ്യ തസ്യ അംഗാത്. പിന്നീട് അവിടെ സൃഷ്ടിയിൽ രസിക്കുന്ന, സൃഷ്ടി വേണ്ടതുപോലെ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന
തസ്യ അംഗാത്, ബ്രഹ്മാവിൻ്റെ അംഗത്തിൽ നിന്ന്. ശരീരം ആവാം, ശരീരാവയവമാവാം. ശരീരത്തിൽ നിന്ന് പറയാം, ശരീരത്തിലെ അംഗത്തിൽ നിന്ന് പറഞ്ഞ രണ്ടും ശരി തന്നെയാണ് അല്ലേ? ആരൊക്കെ ഉണ്ടായെന്നാ പറയണത്? മരീചി, അത്രി, അങ്കിരസ്, കൃത്തുമുനി, പുലഹൻ, പുലസ്ത്യൻ, ഭൃഗു എന്നിവരുണ്ടായി. വസിഷ്ഠ ദക്ഷ ഊച്ച അജായേതാം, വസിഷ്ഠനും ദക്ഷനും ഉദ്ഭവിച്ചു. അല്ലയോ ഗുരുവായൂരപ്പ, ഹേ ഭഗവൻ, ഭവദംഘ്രിദാസഹ, അവിടുത്തെ പ്രിയപ്പെട്ട ആ പാദദാസനായിരിക്കുന്ന, പാദഭക്തനായിരിക്കുന്ന ശ്രീനാരദ ച അജായത, ആ ദേവർഷിയായ നാരദനും ഉണ്ടായി എന്ന് പറയുന്നു. ബ്രഹ്മാവിൻ്റെ ശരീരത്തിൽ ഓരോ ശരീരാവയവങ്ങളിൽ നിന്നും ഓരോരുത്തരുണ്ടായി എന്ന് ഭാഗവതം തൃതീയ സ്കന്ധത്തിൽ 12-ാമത്തെ അധ്യായത്തിൽ 23, 24 എന്നീ ശ്ലോകങ്ങളിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. എങ്ങനെയാണ്? മരീചി ഉണ്ടായത് മനസ്സിൽ നിന്ന്, അത്രി ഉണ്ടായത് നേത്രത്തിൽ നിന്ന്, കണ്ണുകളിൽ നിന്ന്, അങ്കിരസ് മുഖത്ത് നിന്ന്, ക്രതു കരാത് കരങ്ങളിൽ നിന്ന്, കൈകളിൽ നിന്ന്, പിന്നെ അതേപോലെ തന്നെ ആ ഭൃഗു ത്വക്കിൽ നിന്ന്, വസിഷ്ഠൻ പ്രാണനിൽ നിന്ന്, ദക്ഷൻ അങ്കുഷ്ടാൽ പെരുവിരലിൽ നിന്ന്, ഭഗവാനെ അവിടുത്തെ ഭക്തനായ നാരദൻ മടിയിൽ നിന്ന്, ഉത്സംഗാൽ നാരദ എന്നാണ്, നാരദൻ മടിയിൽ നിന്നും ഉണ്ടായി എന്ന് പറയുന്നു. ഒരിക്കൽ കൂടി ആ ശ്ലോകം നമുക്ക് ചൊല്ലാം. തസ്യാധ സർഗരസികസ്യ മരീചിരത്രിസ്തത്രാംഗിരാകൃതുമുനി പുലഃ പുലസ്ത്യ അംഗാദജായത ഭൃഗുശ്ച വസിഷ്ഠദക്ഷൗ ശ്രീനാരദശ്ച ഭഗവൻ ഭവദംഘ്രിദാസ. ഇനി ശ്രീഹരിയും. നാരായണ കൃഷ്ണ ഹരേ, നാരായണ കൃഷ്ണ ഹരേ, നാരായണ കൃഷ്ണ ഹരേ, ശ്രീകൃഷ്ണ ഹരേ. അംഗീരസ അത്രി ക്രതു പുലഹനും പുലസ്ത്യനും മരീചിയും വസിഷ്ഠനും സാക്ഷാൽ ദക്ഷനും ബ്രഹ്മാവിൻ്റെ അംഗത്തിൽ നിന്നാവിർഭാവം ചെയ്തു ദേവ, അവിടുത്തെ പാദദാസൻ ശ്രീനാരദനും. നാരായണ കൃഷ്ണ ഹരേ, നാരായണ കൃഷ്ണ ഹരേ, നാരായണ കൃഷ്ണ ഹരേ, ശ്രീകൃഷ്ണ ഹരേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി. സർവത്ര നാരായണ നാമ സങ്കീർത്തനം. നാരായണ നാരായണ നാരായണ. ഹരി ഓം.